എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്താ പ്രത്യേകത മാളോ? ഹാപ്പി ബർത്ത്ഡേ. നിച്ചുട്ടീന്റെ 3rd ബർത്ത്ഡേ ആണ് ഇന്ന്. ഉറങ്ങി എണീറ്റ കോലത്തിലുണ്ട് കേട്ടാ. ജസ്റ്റ് ചായ കുടിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഡെക്കറേഷൻ എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് പോവുമെന്ന്. സമയം 9 മണി കഴിഞ്ഞേ. ഇതെന്താ വെച്ചോ? ഡെക്കറേഷനാ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എസ്തഡ് ഡെക്കർ എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ നിന്ന് സെൻഡ് ചെയ്തതാണ് ഈ ഡെക്കറേഷൻ കിറ്റ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫുള്ള് ഡെക്കറേഷൻ ചെയ്യാൻ പോന്നെ. അപ്പൊ വേഗം നമുക്ക് സെറ്റപ്പ് എല്ലാം ആക്കാം. ഇവര് ഇന്നലെ എത്തിയിട്ടാ. ഇവര് ഇന്നലെ വന്നതാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ എന്തായാലും ബർത്ത്ഡേൻ്റെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ടെൻഷൻ ഇല്ല. സാധാരണ എല്ലാം ഓരോരോ ഐറ്റംസ് ആയിട്ട് അങ്ങനെ വാങ്ങിക്കാറാണ് പതിവ്. ഇപ്രാവശ്യം ഈ എസ്തഡ് ഡെക്കറിൻ്റെ കുറേ വീഡിയോസ് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് ബർത്ത്ഡേക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അവരെ അപ്രോച്ച് ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പം ഭാഗ്യമായി. ഒന്നും എക്സ്ട്രാ വാങ്ങി സമയം കളയേണ്ട ആവശ്യം വന്നിട്ടില്ല. നമുക്ക് സമയം ഉണ്ടായിട്ടില്ലല്ലോ. എറണാകുളം പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ ബർത്ത്ഡേ ആയില്ലേ. ഒറ്റ ദിവസം ഗ്യാപ്പ് ഉണ്ടായി. എന്നാൽ നിങ്ങൾ ഫുൾ ബിസി ആയിരുന്നു. അതിൻ്റെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അതുകൊണ്ട് സമയമേ കിട്ടിയിട്ടില്ല. അപ്പോൾ വേഗം തന്നെ ഡെക്കറേഷൻ ചെയ്യട്ടെ. എസ്തഡ് ഡെക്കോ എന്നാണ് കേട്ടോ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര്. അപ്പോൾ അവരുടെ ഒരു അടിപൊളി ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇത്ര സൈസ് പ്രതീക്ഷിച്ചില്ല ഇതിനകത്ത് കുറേ സാധനങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ബലൂൺ ഉണ്ട്. ബലൂണ് ഊതി പൊന്തിക്കേണ്ട പമ്പടക്കം ഉണ്ട് കേട്ടോ. അത് ഒരു ഭാഗ്യമായി. നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേക്കൊക്കെ ഊതി കാറ്റ് പോയിട്ടുണ്ടായിന്. പിന്നെ തലയിൽ വെക്കേണ്ട ഹാറ്റ്, അതിന് ടോപ്പിൽ വെക്കേണ്ടത്, കേക്കിൻ്റെ മുകളിൽ വെക്കേണ്ടത്, പിന്നെ കേക്ക് നമ്മുടെ കപ്പ് കേക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒക്കെ കുത്തി വെക്കേണ്ട കപ്പ് കേക്ക് ടോപ്പേഴ്സ്, പിന്നെ വേറെ തന്നെ നമ്മുടെ കട്ട് ഔട്ട്സ്, നമ്മുടെ വാവേൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള കട്ട് ഔട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള തീമിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ. ഞാൻ നിച്ചുട്ടിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള തീം തന്നെയാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് എല്ലാം നിച്ചുട്ടിൻ്റെ പല ഫോട്ടോസിലായിട്ട് അയച്ചു തന്നിട്ടുള്ളത്. പിള്ളേരും എല്ലാവരും ഉണ്ടായതുകൊണ്ട് നല്ല അടിപൊളി ആവേശമായി. എല്ലാവർക്കും കൂടെ അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക രസമല്ലേ. നമ്മൾ ഒറ്റക്കൊറ്റക്ക് ചെയ്യുന്നതിനേക്കാളും പിള്ളേരെല്ലാം ഉണ്ടാകുമ്പോൾ വലിയൊരു രസം ഉണ്ടാവുക. അപ്പം എല്ലാവരും കൂടിയാണ് ചെയ്യുന്നതെല്ലാം. ഈ ബലൂൺ ഊതുന്ന സാധനം കൊണ്ട് ബലൂൺ ആക്കാൻ വേണ്ടിയിട്ട് അടിയാന്നേ. വായോണ്ട് ഊതുന്ന ആവശ്യമില്ല. നിച്ചോട്ടിക്ക് ആവൂല പൊന്നാ. ആ ശരിയാക്കി തരും. അത് ശരിയാക്കി തരുവേ. പണ്ടൊന്നും നമ്മളൊന്നും ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ട് ചെയ്ത് ഓർമ്മ പോലും ഇല്ല കേട്ടോ. എൻ്റെ ഓർമ്മയിൽ വലുതായ പിന്നെയാണ് കേക്ക് ആറ്റം മുറിച്ചിട്ടുള്ളത്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അതിന് മുന്നേ ഒന്നും നമ്മളൊന്നും കേക്ക് കട്ട് ചെയ്യുകയില്ല. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ കാലത്തെ മക്കൾക്ക് അങ്ങനെയല്ലല്ലോ. ഈ ഡെക്കറേഷനും കേക്ക് കട്ടിങ്ങും അതൊക്കെ അവർക്ക് ഭയങ്കര അവർക്ക് നല്ല ഇതാണ്. ബാക്കിയുള്ളവരെല്ലാം കാണുമ്പോൾ അവർക്കൊരു മോഹം ഉണ്ടാവില്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനത്തെ ഇതിനൊക്കെ കുറച്ചെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ബലൂണിൻ്റെ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ട ഒരു സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഹോളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈസിലി ബലൂണും കൂടി അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് കഴിയുമ്പോഴേക്ക് അച്ഛനും അനന്തമ്മയും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആയില്ല. പ്രൊമോട്ടൻ ഇല്ലാണ്ട് പ്രൊമോട്ടൻ ശബരിമലക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഏച്ചിയും പിള്ളേരും മാത്രം. അവർ ഇന്നലെ വൈകുന്നേരം പോയിട്ട് നമ്മൾ കൂട്ടിയിട്ട് വന്നതാണ് ബർത്ത്ഡേ ആയതുകൊണ്ട്. അപ്പോൾ വേറെ ആരുമില്ല. ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡി ആയിട്ട് കേക്ക് എല്ലാം മുറിക്കണം. ഹാപ്പി ബർത്ത്ഡേ നിച്ചുട്ടി. നിച്ചുട്ടി ബർത്ത്ഡേ ഡ്രസ്സെല്ലാം ഇട്ടേ. ഇതാ അടിപൊളി. അമ്മി നിച്ചു മാച്ചിങ് അഞ്ചേ കൊയ്യത്തച്ഛൻ വന്നിട്ട് അതാ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് കൊയ്യത്തച്ഛൻ വന്നിട്ട്. ഹാപ്പി ബർത്ത്ഡേ. 3 വയസ്സായി പറ കൊയ്യത്തച്ഛനോട്. എനിക്ക് 3 വയസ്സായി പറ. ബാലവാടി പോണ്ടേനി. അമ്മ വരി. രണ്ടി നിച്ചുട്ടിന് സെയിം ഡ്രസ്സാണ്. ഐഷാസ് ബൊട്ടീക്ക് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഈ ഡ്രസ്സ്. ഇതാ സെയിം മാച്ച്. എനിക്കൊരു ആലിയ കട്ട് കുർത്തി, നിച്ചുട്ടിക്ക് ഒരു സ്കേർട്ടും ടോപ്പും. അടിപൊളി. എന്തേ കേക്ക് മുറിക്കാം നമുക്ക്. അച്ഛ ഇപ്പൊ വരും. നമുക്ക് കേക്ക് മുറിക്കാം.
ഇപ്പൊ കൊണ്ടുവരും. ഫുൾ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. വെൽക്കം ടു നിഹാരാസ് ബർത്ത്ഡേ പാർട്ടി എന്നൊക്കെ എഴുതിയ ബോർഡൊക്കെ ഉണ്ട് പുറത്ത് വെച്ചിട്ട്. അങ്ങനെ ഗ്രാൻഡായിട്ട് നമ്മൾ പാർട്ടിയൊക്കെ നടത്തുമ്പോൾ ഉള്ള സെറ്റപ്പാണ് ഇത്. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് മാത്രമേ പാർട്ടി നടത്തുന്നുള്ളൂ എന്ന് മാത്രം. ഈ ഒരു ഫോട്ടോ ബാനർ നല്ല ഉണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ നിഹാരാന്ന് നല്ല വലുതായിട്ടാണ് എഴുതിയിട്ടുള്ളത്. നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ബലൂൺസൊക്കെ നമ്മൾ സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം നമ്മൾ ഒപ്പിച്ചു ബർത്ത്ഡേന്റെ ഡെക്കറേഷൻ. അങ്ങനെ നിച്ചൂട്ടിക്ക് 3 വയസ്സായി അമ്മ. പിന്നെ അങ്കൻവാടിയിൽ വിടണ്ടേ? അങ്കൻവാടിയിൽ വിടാനായി. എല്ലാ ബർത്ത്ഡേ നിച്ചൂട്ടിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാ ബർത്ത്ഡേയും ഇങ്ങനത്തെ സിമ്പിൾസ് എന്നാണ് പരിപാടിയായിട്ട് യൂട്യൂബിലുണ്ട് നമ്മളെ സെലിബ്രേഷൻ. നിച്ചൂട്ടി ജനിച്ചപ്പോൾ മുതലുള്ള എല്ലാ കാര്യവും ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ. അങ്ങനെ 3 വയസ്സായി. ഇനി നമ്മള് എല്ലാവരും പ്രാർത്ഥനയും സ്നേഹം കുറെ ഗിഫ്റ്റ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. കുറെ ആരല്ലോ ഗിഫ്റ്റ് അയച്ചതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം പിന്നെ. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും എല്ലാം ഇനിയും അങ്ങോട്ടും നിച്ചൂട്ടിക്ക് ഉണ്ടാവണം. എല്ലാവരും സ്നേഹത്തിന് മുമ്പിലും. അങ്ങനെ കേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് കടക്കാം. അതിനായിട്ട് കേക്കൊക്കെ ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അമ്മേ അപ്പോൾ ബർത്ത്ഡേ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഡ്രസ്സെല്ലാം മാറ്റി വെച്ചു കേട്ടോ. ഫുഡും കഴിച്ച് നമ്മളെല്ലാവരും ബിരിയാണിയാണ് ഉണ്ടായേ. എല്ലാവരും കഴിച്ച് നിച്ചൂട്ടിക്ക് നല്ലോണം ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിച്ചൂട്ടി ഉറങ്ങി. നിച്ചു ഫുഡ് കഴിക്കണം അത്രേ. ബാക്കി എല്ലാവരും കഴിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. എനിക്ക് ചെറിയൊരു ഹെഡേക്ക് വന്നു. അതുകൊണ്ട് ആ സമയത്ത് വ്ളോഗൊന്നും അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. അച്ഛനും എൻ്റെ അമ്മയും എല്ലാവരും സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ചിട്ട് എല്ലാവരും കൂടെ ഒരു റെസ്റ്റ്. അപ്പോൾ ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്. പിന്നെ വേറെ ആരെയും വിളിച്ചിട്ടില്ല നമ്മൾ. പിന്നെ തക്കുളുവിൻ്റെ വീട്ടിൽ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം ആവുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ എവിടെയും അങ്ങനെ പോക്കില്ല ഫംഗ്ഷൻസിലൊന്നും. അതുകൊണ്ട് അവരും ഇല്ല. അല്ലെങ്കിൽ അവരും കൂടിയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് ബാക്കി ആരും ഇല്ലാണ്ട് നമ്മൾ മാത്രമുള്ള ഫംഗ്ഷൻ. തക്കുളുവിനായിട്ടും വരാൻ പറ്റിയിട്ട് അതാണ് ഏറ്റവും വലിയ സങ്കടം. സാധാരണ നമ്മളെല്ലാവരും കൂടി ഉണ്ടാവുന്നതല്ലേ. പക്ഷെ നമ്മളിപ്പം അവിടെ പോയി വന്നതല്ലേ ഉള്ളൂ. അവിടെ നമ്മൾ ചെറുതായിട്ട് കേക്കെല്ലാം മുറിച്ചു. അതുകൊണ്ട് ചെറിയൊരു സമാധാനമുണ്ട്. അപ്പോൾ നമുക്ക് നിച്ചൂട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതില്ല, അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് എന്നാലും 1-2 പേരൊക്കെ ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നിച്ചൂട്ടിക്ക്. അതെല്ലാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ബർത്ത്ഡേ പരിപാടി എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത്. ബർത്ത്ഡേൻ്റെ വ്ളോഗിൽ കുറച്ച് മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. നമുക്ക് രാവിലെ ഡെക്കറേഷൻ തന്നെ കുറച്ച് നല്ലോണം സമയം പോയിട്ടാ. പിന്നെ അച്ഛനും എല്ലാവരും വന്ന് വർത്താനം പറഞ്ഞ് ഏട്ടനാണെങ്കിൽ ഫുഡ് എടുക്കാനും കേക്ക് എടുക്കാനും എല്ലാം ഓട്ടവും ചാട്ടവും എല്ലാം ആയിരുന്നു. ആ സമയം കൊണ്ട് നിച്ചൂട്ടിനെ റെഡിയാക്കി. നിച്ചൂട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ പുതിയ ഡ്രസ്സ് ഇടുമ്പോഴുള്ള കോലാഹലങ്ങൾ. അപ്പം അതിനു വേണ്ടി കുറേ സമയം പോയി. അങ്ങനെ എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിച്ചൂട്ടീൻ്റെ ബർത്ത്ഡേക്ക് കുറേ ആൾ കാത്തു നിൽക്കുന്നതാണെന്ന് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ വെച്ചു ലാസ്റ്റ് അധികം ഗിഫ്റ്റ്സ് ഒന്നും ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ആരെയും വിളിച്ചിട്ടില്ലല്ലോ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കിട്ടിയത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. നമ്മളൊരു വള വാങ്ങിച്ചത് നിങ്ങളന്ന് കണ്ടിട്ടില്ലേ, ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിച്ചൂനൊരു വള വാങ്ങിച്ചത്. അപ്പോൾ അതാണ് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ്. പിന്നെ നിച്ചൂട്ടിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. അപ്പോൾ ഇതാണ് നിച്ചൂട്ടീൻ്റെ ബർത്ത്ഡേ ഡ്രസ്സായിട്ടുള്ളത്. ഇത് ആയിഷാസ് ബൊട്ടീക്ക് എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിന് കാണാൻ. ഇത് സ്കേർട്ടും ടോപ്പും ആണ്. എൻ്റെ ഡ്രസ്സും ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ വിട്ടത് നിച്ചുവിൻ്റെ സെയിം അല്ലേ. ഇത് രണ്ടും ആയിഷാസ് ബൊട്ടീക്ക് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നുള്ള നിച്ചൂട്ടിക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടായിന് കാണാൻ. നന്നായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നീടുള്ളത് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് കാണിച്ചു തരേ. എൻ്റെ അച്ഛനും അൻതമ്മയും വന്നിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് ഈ ഒരു ഡ്രസ്സ്. കുറച്ച് വലുതാണ് കേട്ടോ ഇത്. ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്.
അതുപോലെ ഇതാണ് അതിൻ്റെ സ്കേർട്ട് വരുന്നത്. ഇതൊരു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ളതാണ്. സ്കേർട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഇങ്ങനെ ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഹാങ്ങിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അച്ഛനും എന്തമ്മയും കൊണ്ടുവന്ന ഡ്രസ്സ്, സ്കേർട്ടും ടോപ്പും. ഇനി തക്കുടു ഏട്ടനും എറണാകുളത്തു നിന്ന് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിന്. അതാണിതാ ഈ ഒരു ബാഗ്, ഒരു കുഞ്ഞു ബാഗാണ് നിച്ചൂട്ടിക്ക്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി ബാഗ്. ഇതാ ഇത് അവർ അവിടെ നിന്ന് മേടിച്ചു കൊടുത്തതാണ്. നമ്മൾ അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്തിട്ടില്ലേ, ആ സമയത്ത് കൊടുത്തതാണ് ഈ ഒരു ബാഗ്. പിന്നെ കുറച്ച് ഡ്രസ്സുണ്ട്, അത് നോർമൽ ടീഷർട്ടും അതൊക്കെ എറണാകുളത്ത് നിന്നെല്ലാം വാങ്ങിച്ചതാണ്. ഇത് അവിടെ നിന്ന് മേടിച്ചതാണ്, ഏട്ടനും തക്കുടും മേടിച്ചു കൊടുത്തതാണ്. അല്ല ഇങ്ങനെ കുറച്ച് ട്രൗസേഴ്സും ടീഷർട്ടൊക്കെ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ട്രൗസർ, ഈ ഒരു ടീഷർട്ട്, പിന്നെ ഈ ഒരു ടീഷർട്ട്, ഈ ഒരു ടീഷർട്ട്, ഈ ഒരു ടീഷർട്ട്, ഈ ഒരു ടോപ്പ്, അങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ അതവർ എറണാകുളത്ത് നിന്ന് മേടിച്ചു കൊടുത്തതാണ്. പിന്നെ ഒരു ഫ്രോക്കും കൂടിയുണ്ട്, അത് നമ്മൾ ലുലു മാളിൽ നിന്ന് മേടിച്ചതാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അത് ഓൾറെഡി നിച്ചു ഇന്നലെ ഇട്ടിട്ടുണ്ടായിനി, നമ്മൾ പുറത്ത് പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിനി, അതുകൊണ്ട് അത് അലക്കാൻ ഇട്ടിട്ടുള്ള ആ ഒരു ഫ്രോക്കും കൂടിയുണ്ട്. പിന്നീട് വരുന്ന ഗിഫ്റ്റാണ് എന്താ ഇത് വിസ്മയ കളക്ഷൻസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ശ്രുതി അയച്ചു തരുന്ന ഗിഫ്റ്റാണ്. എല്ലാ വർഷവും നിച്ചുട്ടിൻ്റെ ബർത്ത്ഡേക്ക് മുടങ്ങാതെ ശ്രുതി ഗിഫ്റ്റ് അയക്കുന്നതാണ്. അതുപോലെ തന്നെ നിച്ചുട്ടി വിഷുവിനും ഓണത്തിനൊക്കെ ഇടുന്ന പട്ടുപാവാട എല്ലാം ഈ വിസ്മയ കളക്ഷൻസ് എന്നുള്ളതാണ്. ഒരുപാട് ഇഷ്ടമാണ് നിച്ചുട്ടിനെ. കൊണ്ട് നിച്ചുട്ടി ജനിച്ച് ആ ഫസ്റ്റ് ബർത്ത്ഡേ മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് വിഷു മുതൽ ഓണം എല്ലാത്തിനും ഇങ്ങോട്ടേക്ക് എല്ലാ വർഷവും മുടങ്ങാതെ പട്ടുപാവാട എത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നിച്ചുട്ടിൻ്റെ വിസ്മയ കളക്ഷൻസ് എന്നുള്ള ഈ വർഷത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഈ ഒരു ടോപ്പും പിന്നെ ഈ ഒരു പട്ടുപാവാടി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നിച്ചൂട്ടി നാൾ എഴുത്തിനിരുന്നപ്പോൾ ഇട്ട പട്ടുപാവാടിയില്ലേ, അതൊക്കെ ശ്രുതി അയച്ചത് തന്നെയാണ്. ഇതാ നല്ല കോമ്പിനേഷൻ, ഓറഞ്ചും പിങ്കും കോമ്പിനേഷനിലുള്ള ഈ ഒരു പട്ടുപാവാട, പിങ്ക് ബ്ലൗസും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ ഹാൻഡിലൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കുഞ്ഞു ബട്ടർഫ്ലൈ പോലെയെല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾക്ക് പട്ടുപാവാടയായിട്ടും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വിസ്മയ കളക്ഷൻസ് എന്നാണ് പേജിൻ്റെ പേര്. ഇനി നമ്മുടെ ശ്രീലക്ഷ്മി അയച്ചത്, എല്ലാ വർഷവും ശ്രീലക്ഷ്മി അയക്കാറുണ്ട് ഗിഫ്റ്റ്. ശ്രീലക്ഷ്മിക്കും ഒരു പേജുണ്ട്, ശ്രീയഹാൻ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഇതാണ് നിച്ചൂട്ടിക്കുള്ളത്. നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു ഫ്രോക്കാണിത്. ഇതാ വൈറ്റ് ഇതും ഒരു ഓറഞ്ച് കസവ് അടിയിൽ വരുന്നുണ്ട്. ഇതാണ് ഒരു കുട്ടി ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രോക്ക് ഉണ്ട്. ഇതിൻ്റെ സെയിം എനക്കും അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ശ്രീലക്ഷ്മി. മമ്മ ആൻഡ് ഡോട്ടർ കോംബോ ആയിട്ട് ഞാൻ താഴെയാണ് വെച്ചിട്ടുള്ളത്. അതാണ് ഓരോന്നിങ്ങനെ കുനിഞ്ഞെടുക്കുന്നത്. ഇതാണ് എനിക്ക് അയച്ചിട്ടുള്ളത്. നിച്ചൂട്ടിൻ്റെ ഗിഫ്റ്റിൽ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിലുള്ളതായതുകൊണ്ട് കാണിച്ചതാണ്. പിന്നെ ശ്രീലക്ഷ്മി കുറച്ച് ഹെയർ ആക്സസറീസും കൂടെ അയച്ചിട്ടുണ്ട്, അതുകൂടെ കാണിച്ചേരേ. ഇത് 2 ഹെയർ ബാൻഡ്സ് ആണ്. നല്ലൊരു വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡ്. പിന്നെ നിഹാര എന്ന് എഴുതിയ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ഉണ്ട്. പിന്നെ ഹെയർ ക്ലിപ്സ് ബട്ടർഫ്ലൈൻ്റെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ബട്ടർഫ്ലൈൻ്റെ ക്ലിപ്സ് ഉണ്ട് കേട്ടോ. ഒരു 4 എണ്ണം ക്ലിപ്സ് അയച്ചിട്ടുണ്ട്. ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലിപ്സാണ്. പിന്നെ ഒരു മാല അയച്ചിട്ടുണ്ടായിരുന്നു, ഇത് എനിക്കുള്ളതാണ്. ഒരു വലിയ മാലയും ജുംക്കെല്ലാം വരുന്ന സെറ്റ്. ഇതും ശ്രീലക്ഷ്മി അയച്ചതാണ്. കുറേ ഗിഫ്റ്റ് ശ്രീലക്ഷ്മി മുന്നേ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തന്നിട്ടുമുണ്ട് നിങ്ങൾക്ക്. ഇനി അച്ഛൻ്റെ അമ്മേൻ്റെയും ഗിഫ്റ്റ് ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയും ഇതാണ് ഇവിടുത്തെ അച്ഛൻ്റെ അമ്മേൻ്റെയും ഗിഫ്റ്റ്. എല്ലാ വർഷവും അച്ഛനും അമ്മയും ഇത് തന്നെയാണ് തരാറ് നിച്ചൂട്ടിൻ്റെ ബർത്ത്ഡേക്ക്. നമ്മളെപ്പം പറയുന്ന പോലെ ഒരു എമൗണ്ട് ബാങ്കിൽ ഇട്ടിട്ട് അതിൻ്റെ റെസീറ്റാണ് കേട്ടോ ഇത് FD ആയിട്ട് ഇട്ടത്. അത് നമ്മളെ ബർത്ത്ഡേ ആണെങ്കിലും എല്ലാ അച്ഛനും അമ്മയും പൈസ തന്നെയാണ് തരാറ്, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിച്ചൂട്ടീൻ്റെ പേരിൽ അവരിങ്ങനെയാണ് ചെയ്യൽ, ബാങ്കിൽ ഇട്ടിട്ട് അതിൻ്റെ റെസീപ്റ്റ് തരും. അതാണ് അവരെ ഗിഫ്റ്റ് ആയിട്ടുള്ളത്. ഇത് കൂടാണ്ട് എറണാകുളത്ത് നിന്ന് കുറേ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിന് കേട്ടോ. അമ്മ ഞാൻ 2-3 ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. ഞാൻ ഷോപ്പിംഗ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിനി. 2-3 ഡ്രസ്സും പിന്നെ ഒരു അണ്ണാൻ്റെ ടോയും അതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ കാണിക്കാത്ത. പിന്നെ ബോംബെയിൽ നിന്ന് വരുമ്പം നല്ല മറ്റ് ബർത്ത്ഡേൻ്റെ കുറേ ബാക്കി സംഭവങ്ങളെല്ലാം ഉണ്ട്. അത് ഞാൻ ഓൾറെഡി കാണിച്ചുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിച്ചൂട്ടീൻ്റെ 3rd ബർത്ത്ഡേൻ്റെ കുറച്ച് ക്ലിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. നിച്ചൂട്ടിക്ക് ബർത്ത്ഡേ വിഷ് എല്ലാവരും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ആയിട്ട് എല്ലാവരും ഇതിന് മുന്നേ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിങ്ങനെ സ്നേഹിക്കുന്നതിൽ. നിച്ചൂട്ടീൻ്റെ ഓരോ ഉയർച്ചയിലും നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നും അങ്ങോട്ടും നിച്ചൂട്ടിക്കും നമുക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാവണം. നിച്ചൂട്ടിനെ നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുട്ടീൻ്റെ പോലെ വളർച്ച ഇങ്ങനെ കാണുന്നതാണല്ലേ. അപ്പം കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നിച്ചൂട്ടിക്ക് ഓരോ വയസ്സ് കൂടുമ്പോൾ നമുക്കും അത്ഭുതമാണ് എത്ര പെട്ടെന്ന് ആ മോള് വളരുന്നതെന്നുള്ള കാര്യം. അപ്പം എല്ലാവരും നിങ്ങളുടെ വീട്ടിലത്തെ ഒരു വാവേനെ പോലെ നിച്ചൂട്ടിനെ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഇനിയും ഉണ്ടാവണം. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ.